ഹായ് ഫ്രണ്ട്സ്, ഐഷാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനിവിടെ ഷെയർ ചെയ്യാൻ പോകുന്നത് നല്ലൊരു പുഡിംഗ് റെസിപ്പിയാണ്. ക്രിസ്മസ് ഒക്കെ ആയി തുടങ്ങിയല്ലോ, അപ്പോൾ എല്ലാവർക്കും ഒരേപോലെ ഇഷ്ടപ്പെടുന്ന നല്ലൊരു ഡെസേർട്ട് തന്നെ ആവാമെന്ന് വിചാരിച്ചു. ഈ ഒരു പുഡിംഗ് എല്ലാവർക്കും ഒരേപോലെ ഇഷ്ടപ്പെടുന്ന ഒരു പുഡിംഗ് റെസിപ്പിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നല്ല സിമ്പിളാണ്, അതുപോലെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പുഡിംഗ് ആണിത്. പിന്നെ ഞാൻ ഇന്ന് ഇൻട്രൊഡക്ഷൻ വീഡിയോയിൽ വരാമെന്ന് വിചാരിച്ചതായിരുന്നു. പക്ഷേ തൊണ്ടവേദന, പനി ഇതൊക്കെ കാരണം എനിക്ക് വരാൻ കഴിഞ്ഞില്ല. നല്ല കോലത്തിലല്ല, അപ്പം അതുകൊണ്ട് വരാൻ കഴിഞ്ഞില്ല. പിന്നെ ഇന്ന് വൈകിട്ട് നാട്ടിൽ പോവാണ്. അത് പറയാൻ വേണ്ടിയിട്ടായിരുന്നു ഇൻട്രോയിൽ വരാമെന്ന് വിചാരിച്ചത് തന്നെ. അമ്മാവിൻ്റെ മകൻ്റെ കല്യാണമാണ്, അതിനാണ് പോകുന്നത് തന്നെ. അപ്പോൾ നിങ്ങൾ തുടർന്നും ഇതുപോലെ തന്നെ കമൻറ്റ് ചെയ്യുക, മെസ്സേജ് ചെയ്യുക. ഇച്ചിരി ഡിലേ ആയാൽ പോലും ഞാൻ മാക്സിമം പെട്ടെന്ന് തന്നെ റിപ്ലൈ തരാൻ ശ്രമിക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് പോവാം ഇനി. അപ്പോൾ നമുക്ക് പുഡിങ്ങിൻ്റെ മിക്സ്ചർ റെഡിയാക്കി എടുക്കാം. ഞാനിപ്പോൾ ഇവിടെ 8 ബ്രെഡോളം എടുത്തിട്ടുണ്ട്. അതിൻ്റെ സൈഡൊക്കെ കളഞ്ഞിട്ടുണ്ട്. എന്നിട്ട് ഒരു ബ്ലെൻഡറിലേക്ക് അത് ചെറിയ പീസാക്കിയിട്ട് ഇട്ട് കൊടുക്കാം. ഇനി അതിൻ്റെ കൂടെ ഒരു 1/2 കപ്പ് പാലും ഒഴിച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. നല്ല പേസ്റ്റ് പരുവത്തിൽ തന്നെ അരച്ചെടുക്കണം. അപ്പോൾ ഈ ഒരു പരുവത്തിൽ അരച്ചെടുക്കാം. അപ്പോൾ ഇനി നമുക്ക് ഇത് മാറ്റി വയ്ക്കാം. ഇനി പുഡിങ്ങിൻ്റെ മിക്സ്ചർ റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒരു സോസ് പാൻ എടുത്തിട്ട് അതിലേക്ക് നമുക്ക് 2 കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കാം. 2 കപ്പ് എന്ന് പറയുമ്പോൾ ഒരു 500 ml പാലുണ്ടാവും. അപ്പോൾ ഈ പാല് തിളയ്ക്കുന്ന ആ നേരം കൊണ്ട് നമുക്ക് ചൈന ഗ്രാസ് ഒന്ന് മെൽട്ടാക്കി എടുക്കാം. ഇതിപ്പോൾ 8 ഗ്രാമോളം ചൈന ഗ്രാസ് ഉണ്ട്. ഞാനിപ്പോൾ ഈ ഒരു പുഡിങ്ങിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് ചൈന ഗ്രാസിൻ്റെ ആ ഒരു പാക്ക്. ഇങ്ങനെ സ്ട്രിപ്പായിട്ടാണ് വരാറ്. ഇത് 25 ഗ്രാമിൻ്റെ ഒരു പാക്കാണ്. അപ്പോൾ ഇതിൽ 3ആയിട്ട് ഈ 25 ഗ്രാം ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് ഓരോന്നും 8 ഗ്രാമായിട്ട് കിട്ടും ഏകദേശം. അങ്ങനെയാണ് ഞാനിപ്പോൾ ഇത് മെഷർ ചെയ്തിട്ടുള്ളത്, 8 ഗ്രാം. ഇനി ഈ 8 ഗ്രാം ചൈന ഗ്രാസിലേക്ക് നമുക്കൊരു 1/4 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് അത് നന്നായിട്ടൊന്ന് മെൽറ്റ് ചെയ്യാൻ വെക്കാം. വേണമെങ്കിൽ നിങ്ങൾക്കിത് മുമ്പേ സോക്ക് ചെയ്ത് വെക്കാം. ഈ 1/4 കപ്പ് വെള്ളത്തിൽ 8 ഗ്രാം ചൈന ഗ്രാസ് നിങ്ങൾക്ക് വേണമെങ്കിൽ സോക്ക് ചെയ്ത് വെക്കാം. അപ്പോൾ പാലൊക്കെ ഇപ്പോൾ നന്നായിട്ട് തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. മധുരത്തിനായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കണം. ഞാനിപ്പോൾ ഇവിടെ 1/2 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. നോക്കിയിട്ട് വേണമെങ്കിൽ അല്പം കൂടി ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ചൈന ഗ്രാസ് നമ്മൾ മെൽറ്റാക്കാൻ വെച്ചത് ഇടയ്ക്കിടയ്ക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാനും മറന്നു പോകരുത്, അല്ലെങ്കിൽ അടിയിൽ പിടിക്കും. ഇനി നമുക്ക് ഈ പാലിൻ്റെ മിക്സ്ചറിലേക്ക് അല്പം വൈറ്റ് ചോക്ലേറ്റ് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ കോമ്പൗണ്ട് ചോക്ലേറ്റ് ആണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാനൊരു 1/2 കപ്പോളം വൈറ്റ് ചോക്ലേറ്റ് എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ കോമ്പൗണ്ട് ചോക്ലേറ്റ് ഇല്ലാന്നാണെങ്കിൽ മിൽക്കിബാർ ചോക്ലേറ്റ് അല്ലെങ്കിൽ ഇതുപോലെ വൈറ്റ് കളറുള്ള ഏത് ചോക്ലേറ്റും നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. ഡാർക്ക് ചോക്ലേറ്റ് ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കളർ മാറും ഈ പുഡിങ്ങിൻ്റെ. അപ്പോൾ അതുകൊണ്ടാണ് വൈറ്റ് ചോക്ലേറ്റ് തന്നെ ചേർക്കാൻ പറയുന്നത്. ഇപ്പോൾ ചൈന ഗ്രാസ് നന്നായിട്ട് മെൽട്ടായി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വളരെ കുറഞ്ഞ ഫ്ലെയിമിൽ ചൈന ഗ്രാസിൻ്റെ മിക്സ്ചർ വെച്ച് കൊടുക്കാം. അതുപോലെ നമുക്ക് ഈ ബ്രെഡിൻ്റെ മിക്സ്ചർ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ബ്രെഡ് അരച്ചത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ വേറെ കാര്യം ശ്രദ്ധിക്കാനുള്ളത്, നമ്മളിപ്പോൾ നേരത്തെ ചോക്ലേറ്റ് ചേർത്ത് കൊടുത്തല്ലോ, അപ്പോൾ അത് നന്നായിട്ട് ഈ പാലിൽ നന്നായിട്ട് മെൽറ്റ് ആവണം ഈ ചോക്ലേറ്റ്. അതുവരെ നമ്മൾ ഇത് കുക്ക് ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോൾ ഈ പാലിൽ ചോക്ലേറ്റ് നന്നായിട്ട് മെൽറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഈ മെൽറ്റ് ആയിട്ടുള്ള ഈ ചൈന ഗ്രാസും ഇതിലേക്ക് ഒരു അരിപ്പയിലൂടെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. പെട്ടെന്ന് തന്നെ നന്നായിട്ട് മിക്സ് ചെയ്തും കൊടുക്കണം, അല്ലെങ്കിൽ ചൈന ഗ്രാസ് നന്നായിട്ട് സെറ്റായി കിട്ടില്ല. ഇപ്പോൾ കണ്ടോ, നല്ലൊരു ക്രീമി ആയിട്ടുള്ളൊരു പുഡിംഗ് മിക്സ്ചർ നമുക്ക് കിട്ടിയത്. അപ്പോൾ ഇതുപോലെ ഇരിക്കണം. എല്ലാം നന്നായിട്ട് മിക്സായി നന്നായിട്ട് കമ്പൈനായി വരണം. ഈ ചൈന ഗ്രാസ് ആഡ് ചെയ്ത് കൊടുത്ത ശേഷം 1 മിനിറ്റോളം ഒരു മീഡിയം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കുക. എന്നിട്ട് നമുക്ക് ഇത് ഫ്ലെയിമിൽ നിന്ന് മാറ്റി വയ്ക്കാം. അപ്പോൾ നമ്മളുടെ പുഡിങ്ങിൻ്റെ മിക്സ്ചർ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമുക്ക് ഇനി ഇത് സെറ്റ് ചെയ്യാൻ വെക്കാം. ഞാനിപ്പോൾ ഇതുപോലത്തെ ഒരു ലോഫ് പാനിലാണ് ഇത് സെറ്റ് ചെയ്യാൻ വെക്കുന്നത്. ഈ ലോഫ് പാനിൽ ഒരു ക്ലിംഗ് റാപ്പ് വെച്ചിട്ട് ഞാനത് ലൈൻ ചെയ്തിട്ടുണ്ട്. ഇനി അതിൻ്റെ മുകളിൽ ഞാനൊരു ബേക്കിംഗ് പേപ്പർ വെച്ചിട്ട് ഒന്ന് ലൈൻ ചെയ്യുന്നുണ്ട്. ഇത് നിർബന്ധമില്ല, ഞാനിത് പെട്ടെന്ന് നമുക്ക് പുറത്തെടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതൊക്കെ വെച്ച് ചെയ്യുന്നത്. നിങ്ങൾക്ക് പുറത്തെടുക്കാതെ പുഡിംഗ് ട്രേയിൽ മാത്രം വേണമെങ്കിൽ ഇത് ഒഴിച്ചു കൊടുക്കാം, ഇതൊന്നും വെക്കാതെ കേട്ടോ. ആ ഒരു ബ്രെഡിൻ്റെ ഒരു ഇതിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാനിതുപോലെ ലോഫ് പാൻ തന്നെ എടുത്തത്. നിങ്ങളടുത്ത് ഇതില്ലെങ്കിൽ സാധാ പുഡിങ്ങിൻ്റെ ട്രേയിലും ഒഴിച്ചു കൊടുത്താൽ മതി. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ചൂടോട് കൂടി തന്നെ ഒഴിച്ചു കൊടുക്കാം.
ഇനി ഇത് നമ്മൾ സാധാ പുഡിങ്ങൊക്കെ സെറ്റ് ചെയ്യാൻ വെക്കുന്നത് പോലെ തന്നെ ഒരു 6-8 മണിക്കൂർ ഫ്രിഡ്ജിൽ താഴെ വെക്കുക. ഫ്രീസറിലല്ല കേട്ടോ വെക്കേണ്ടത്, ഫ്രിഡ്ജിൽ താഴെ വെച്ചാൽ മതി പുഡിങ്ങൊക്കെ സെറ്റ് ആവാൻ വേണ്ടിയിട്ട്. പിന്നെ അതുപോലെ ഇത് നന്നായിട്ട് ചൂടാറിയ ശേഷം ക്ലിംഗ് റാപ്പായിട്ട് ഒന്ന് കവർ ചെയ്യുകയോ അല്ലെങ്കിൽ ഒരു പ്ലേറ്റ് കൊണ്ട് കവർ ചെയ്തിട്ട് വേണം ഫ്രിഡ്ജിൽ വെക്കാൻ, സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മളുടെ പുഡിംഗ് ബ്രെഡ് ഇപ്പോൾ നന്നായിട്ട് സെറ്റ് ആയിട്ടുണ്ട്. ഞാനിപ്പോൾ ഒരു 8 മണിക്കൂറോളം ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ക്ലിംഗ് റാപ്പായിട്ട് ഇതുപോലെ വെച്ച് കൊടുത്തുകൊണ്ട് നമുക്ക് പെട്ടെന്ന് പുറത്തെടുക്കാൻ പറ്റും. സാധാ പുഡിങ്ങിൻ്റെ ട്രേയിലാണെങ്കിലും കുഴപ്പമൊന്നുമില്ല, അതേപോലെ പുറത്തെടുക്കാതെ നമുക്കത് സെർവ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് ഫ്ലിപ്പ് ചെയ്യാം. അപ്പോൾ ഇതാണ് നമ്മളുടെ പുഡിംഗ് ബ്രെഡ്, നന്നായിട്ട് സെറ്റ് ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഡാർക്ക് ചോക്ലേറ്റ് കൊണ്ട് ഇതുപോലെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് അതിൻ്റെ മുകളിൽ വീണ്ടും വൈറ്റ് ചോക്ലേറ്റ് ഒന്ന് ഇതുപോലെ ലൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഡെക്കറേറ്റ് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല, ഡെക്കറേറ്റ് ചെയ്യാതെയും നല്ല ടേസ്റ്റാണ്. നമുക്ക് ഇനി ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. കണ്ടോ, നല്ല ക്രീമിയും നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു പുഡിങ്ങാണ്. വായിലിട്ടാൽ അലിഞ്ഞു പോകുന്നൊക്കെ പറഞ്ഞ ആ ഒരു ടെക്സ്ചറിലുള്ള ഒരു പുഡിങ്ങാണിത്. വൈറ്റ് ചോക്ലേറ്റിൻ്റെയും അതുപോലെ തന്നെ ബ്രെഡിൻ്റെ ഒക്കെ നല്ലൊരു ടേസ്റ്റ് ഇതിൽ വരുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, എല്ലാവർക്കും ഇഷ്ടപ്പെടും, ഉറപ്പാണ്. അപ്പോൾ ഈ ഒരു പുഡിംഗ് റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഈ ഒരു പുഡിംഗ് റെസിപ്പി ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് എനിക്ക് ഫീഡ്ബാക്ക് അയക്കാനും മറന്നു പോകരുത്. പിന്നെ എപ്പോഴും പറയുന്ന പോലെ തന്നെ ഈ ഒരു ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ടും ഈ ചാനൽ ഷെയർ ചെയ്യാനും മറന്നു പോകരുത് കേട്ടോ. അപ്പോൾ താങ്ക്